നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിന്നോട് ഞാൻ ചോദിച്ചതിന് മാത്രം മറുപടി തന്നാ മതി. വിഷ്ണു സത്യയുടെ അച്ഛനായി വേഷം കെട്ടാൻ അവിടെ വന്നോ ഇല്ലയോ? എടാ, ഇതിന് മറുപടി എനിക്ക് ഇപ്പൊ കിട്ടണം. പറയടാ. വന്നിട്ടുണ്ട്. വാ വാ വാ. രണ്ട് വാക്ക് സംസാരിക്കുന്നതിനായി ബഹുമാനിയായ ജില്ലാ കളക്ടർ ശാലിനി മാഡത്തിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ആദരണീയരായ ഗുരുക്കന്മാരെ, രക്ഷകർത്താക്കളെ, കൊച്ചുമക്കളെ, ഫാദേഴ്സ് ഡേയുടെ ഭാഗമായി ഇന്നിവിടെ നടന്ന കായിക മാമാങ്കത്തിന് സാക്ഷ്യം വഹിക്കാൻ എന്നെ ക്ഷണിച്ച അധ്യാപകർക്കും PTA പ്രവർത്തകർക്കും ആദ്യം തന്നെ എന്റെ പേരിലുള്ള അഭിനന്ദനം അറിയിക്കുകയാണ്. കാരണം ഒരച്ഛന്റെ വിയർപ്പിന്റെ മാഹാത്മ്യം അറിയാത്ത ഒരു മക്കളും ഒരിടത്തും എത്തിയിട്ടില്ല. 10 മാസം നൊന്തുപെറ്റ കഥയൊക്കെ അമ്മമാര് പറയുമെങ്കിലും അമ്മയുടെ ഉള്ളിൽ നമ്മൾ രൂപപ്പെടാൻ തുടങ്ങുന്നത് മുതൽ സ്വപ്നം കാണുകയും പ്രതീക്ഷകളുടെ ലോകത്ത് സഞ്ചരിക്കുകയും ചെയ്യുന്ന അച്ഛനെക്കുറിച്ച് ആരും ഓർക്കാറില്ല. ആരോ പറഞ്ഞൊരു വാചകമുണ്ട്, അച്ഛൻ കൊണ്ട വെയിലാണ് മക്കളെ നിങ്ങൾ ഇപ്പൊ കൊള്ളുന്ന തണലെന്ന്. മക്കൾക്ക് മുന്നിൽ അമ്മമാർ കണക്കുകൾ പറയും. പക്ഷേ മക്കൾ പറയുന്ന കണക്കുകൾക്ക് മുന്നിൽ എഴുതി വെക്കാത്ത കണക്ക് പുസ്തകം ഒളിപ്പിച്ച് വിതുമ്പി നിൽക്കുവാനേ അച്ഛൻ എന്ന വ്യക്തിക്ക് കഴിയൂ. ഓരോ മക്കളുടെയും റോൾ മോഡൽ അവരുടെ അച്ഛൻ തന്നെയായിരിക്കും. ആദ്യം നമ്മളെ പിച്ചവയ്ക്കാൻ പഠിപ്പിക്കുന്നതും സ്വപ്നം കാണുന്നത് നേടിയെടുക്കാൻ ഒരു താങ്ങായി നിന്ന് ചുമലുകൾ തരുന്നതും അച്ഛനല്ലാതെ മറ്റാരാണ്? തന്റെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ ഓരോന്നും തിരിച്ചറിഞ്ഞ് നിറവേറ്റാൻ നിർത്താതെ പരിശ്രമിക്കുന്ന ആളാണ് അച്ഛൻ. സന്തോഷത്തിൽ കൂടെ ചേർന്ന് ചിരിക്കാനും സങ്കടത്തിൽ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാനും അച്ഛനെ പോലെ മറ്റാർക്ക് കഴിയും? എവിടെയോ വായിച്ചൊരു വാചകം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ജീവിതത്തിൽ വായിച്ച ഏറ്റവും നല്ല പുസ്തകം അമ്മയാണെങ്കിൽ അത് വായിക്കാൻ തിരികെടാതെ വെളിച്ചം പകർന്നു തന്നത് അച്ഛനാണ്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഇവിടുത്തെ അധ്യാപകർക്കും PTA പ്രവർത്തകർക്കും കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. തൻ്റെ ഉള്ളില് അച്ഛനെ പറ്റി ഇത്രയും കാര്യങ്ങളുണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞത് മക്കളെ സ്നേഹിക്കുന്ന അച്ഛന്മാരെ കുറിച്ച്. ഹലോ. ഹലോ രോഹിത്തെ, എന്തായി? മത്സരമൊക്കെ കഴിഞ്ഞോ? ആ, ഓട്ട മത്സരമായിരുന്നു. ഞാൻ പപ്പിയെയും വിഷ്ണു ബ്രോ സത്യ എടുത്തോണ്ട് ഓടണം. ആഹാ, അത് നല്ലൊരു ഗെയിമാണല്ലോ. ആണോന്നോ? നല്ല രസികൻ ഗെയിമാ. പക്ഷേ ഞാൻ വീണുപോയി ശ്യാമേ. അയ്യോ, എന്നിട്ട്? എന്നിട്ടെന്താ, ഞാൻ ഭൂമിദേവിയായിട്ട് അവിടെ കിടന്നു. അപ്പോ ഗെയിം തോറ്റല്ലേ? അവിടെയല്ലേ ട്വിസ്റ്റ്. വിഷ്ണു ബ്രോ പപ്പിയും കൂടി എടുത്തോണ്ടങ്ങ് ഓടി. രണ്ടു കുട്ടികളും കൂടി വിഷ്ണുവേട്ടൻ എടുത്തോണ്ട് ഓടിന്നോ? പിന്നല്ലാതെ. വിഷ്ണു ബ്രോ ആരാ മോൻ? അവിടെ നിന്നവരെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ടല്ലേ 2 പിള്ളേരെ എടുത്തോണ്ട് ബ്രോ ഓടി വിജയം കൈവരിച്ചത്. തകർത്ത് പറക്കുമായിരുന്നു. ഫാദേഴ്സ് ഡേക്ക് അപ്പോ കുട്ടികളുടെ അച്ഛൻ തന്നെ 2 പേർക്കും വേണ്ടി
വിജയം നേടിയല്ലേ? ഈശ്വര, നിന്റെ തീരുമാനങ്ങളെല്ലാം കൃത്യമാണല്ലോ. എല്ലാം മുൻകൂട്ടി തയ്യാറാക്കി വച്ചിരിക്കുകയാണല്ലോ. എന്നാ പിന്നെ എന്തിനാ കൃഷ്ണ എന്റെ കുഞ്ഞേച്ചി എങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത്? അവരെ രണ്ടുപേരെയും കൂടി ഒന്ന് ഒന്നിപ്പിച്ചൂടെ? അതൊന്ന് കാണാൻ ഞങ്ങളൊക്കെ എന്തുമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്നറിയാമോ? ഹലോ ശ്യാമേ. ആ അല്ല, നീ എന്താ ഒന്നും മിണ്ടാ നിൽക്കുന്നത്? അത് പിന്നെ ഞാൻ ആ ഓട്ട മത്സരം അത് മനസ്സിൽ കാണുമായിരുന്നു. വിഷ്ണുവേട്ടൻ വന്നോണ്ട് സത്യ ഹാപ്പി ആയിരിക്കും അല്ലേ? സത്യ ഹാപ്പിയായി, ശാലിനി ഹാപ്പിയായി, പപ്പിയും ഹാപ്പിയായി. ഇവരുടെ എല്ലാം സന്തോഷം കണ്ടപ്പോ ഞാനും അങ്ങ് ഹാപ്പിയായി. ആ, വിഷ്ണുപ്രയ്ക്ക് സമ്മാനം കൊടുത്ത ആരാണെന്നറിയോ? ജില്ലാ കളക്ടർ കൂടിയായ ശാലിനി. ഇതിൽ പല സന്തോഷം വേറെ വേണോ ശ്യാമേ? വിഷ്ണുവേട്ടന് എന്റെ കുഞ്ഞേച്ചി സമ്മാനം കൊടുത്തെന്നോ? ആ, ഷോ രോഹിത്തെ, ആ കാഴ്ച എനിക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ. ഞാനും കൂടി വന്നാ മതിയായിരുന്നു. ഹാ, ഞാൻ വിളിച്ചല്ലേ, നീ എന്താ പറഞ്ഞത്? സത്യാമ്മ എന്തെങ്കിലും പറയൂന്നോർത്താ ഞാൻ വരാഞ്ഞത്. പക്ഷെ അവിടെ വിഷ്ണുവേട്ടൻ വന്ന കാര്യമൊന്നും ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഇതെങ്ങനെ എത്തിയെന്ന് ഓ, അത് ശരി. എല്ലാരും കൂടി ഒത്തു കളിച്ചുകൊണ്ട് എന്നെ തോപ്പിക്കാൻ നോക്കാണല്ലേ? നീ ആ ഫോണിൽ നിന്ന്. ഹലോ ഹലോ ഹലോ, രോഹിത്താണോടി? ഡി, അപ്പുറത്ത് രോഹിത്താണോന്ന്? അതെ സത്യാമ്മ. എടാ രോഹിത്തെ. സത്യമേ, വിഷ്ണു അവിടെ വന്നിട്ടുണ്ടോ? എടാ, നിന്നോട് ചോദിച്ച വിഷ്ണു അവിടെ വന്നിട്ടുണ്ടോന്ന്? അത് പിന്നെ സത്യമേ, നിന്നോട് ഞാൻ ചോദിച്ചതിന് മാത്രം മറുപടി തന്നാ മതി. വിഷ്ണു സത്യയുടെ അച്ഛനായി വേഷം കെട്ടാൻ അവിടെ വന്നോ ഇല്ലയോ? എടാ, ഇതിന് മറുപടി എനിക്ക് ഇപ്പൊ കിട്ടണം. പറയടാ. വന്നിട്ടുണ്ട്. ഹലോ സത്യ, നീയാണോടി വിഷ്ണുവിനെ തുറന്നു വിട്ടത്? സത്യം പറയണം. നീയാണോ വിഷ്ണുവിനെ തുറന്നു വിട്ടേന്ന്? അല്ല സത്യമേ, എനിക്കറിയില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.